ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. കൂടാതെ മുട്ട വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇതേപോലെ ഒന്നിച്ചിട്ട് വെച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിന് മുള പൊട്ടിത്തുടങ്ങും കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളി ചീഞ്ഞ് തുടങ്ങും ചെയ്യും. അപ്പോൾ ഒരിക്കലും ആരും ഇതേ രീതിയിൽ ഇട്ട് വെക്കരുത് കേട്ടോ. ഉള്ളിയും ഉരുളക്കിഴങ്ങും സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ തന്നെ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ആയിപ്പോവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഇറച്ചിക്കറി ആയാലും അതേപോലെ മീൻകറി ആയാലൊക്കെ എരിവ് കുറച്ച് കൂടി പോവല്ലോ ചില സമയത്ത്. അപ്പോൾ നമ്മൾ ഈ എരിവ് കൂടിയ സമയത്ത് എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ എരിവെല്ലാം ഈ ഒരു ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് കുറയാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങിന് ഒരു ബ്ലാക്ക് കളറായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കട്ടോ. ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ വെക്കാതെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു ഉരുളക്കിഴങ്ങ് കറുത്തൊന്നും പോവില്ല കേട്ടോ. ആ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങും ആപ്പിളും ഒക്കെ നമ്മൾ തോല് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഉരുളക്കിഴങ്ങോ ആപ്പിളോ ഒന്നും കറുത്ത് പോവില്ല കേട്ടോ. ആ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കറുപ്പ് കളറാവില്ല. നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഫ്രഷിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ കയ്യിൽ ഇതേപോലത്തെ അടപ്പൊക്കെ പോയ ഗ്ലാസ് ജാർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ് ജാർ ആകുമ്പോൾ നമ്മൾ അടപ്പില്ല എന്ന് വെച്ചിട്ട് ആരും ഇത് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു ടിപ്പ് ഇതുകൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ് ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് നമ്മളെ കുട്ടികളുടെ കുഞ്ഞുമക്കളുടെ മാല ഉണ്ടാവുമല്ലോ. ഈ ഒരു മാലക്ക് നല്ല ഭംഗിയിൽ കളറുകളുള്ള മുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലോട്ടേക്ക് ഇട്ട് വെക്കാം. പിന്നെ അതുകൂടാതെ നമ്മൾ എക്കോറിയത്തിലൊക്കെ ഇടുന്ന ഇതേപോലത്തെ കളർ കല്ലുകൾ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ജാറിനെ നമുക്ക് ഉപകാരപ്രദമാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ കുറച്ച് കളർ കല്ലുകൾ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അത് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാലൻ്റെ ഇങ്ങനത്തെ മുത്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചെടിയാണോ ഉള്ളത്, മണി പ്ലാന്റോ അതേപോലെ ഇങ്ങനത്തെ ബാമ്പൂ ചെടിയോ ഏത് ചെടിയാണോ ഉള്ളത് അതേ രീതിയിൽ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗ്ലാസ് ജാർ ആയത് കാരണം നമുക്ക് വേരൊക്കെ വരുന്നത് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല ഇങ്ങനെ കല്ലൊക്കെ ഇടുന്നത് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനും. പിന്നെ നമുക്ക് അടപ്പില്ലാത്ത ജാറാന്ന് വിചാരിച്ച് ഇനി ഒന്നിനും നമ്മൾ എടുക്കില്ല എന്ന് വിചാരിച്ചത് ഒഴിവാക്കി കളയേണ്ട കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഇട്ട് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മേശപ്പുറത്തും അതേപോലെ കിച്ചണിലും ജനലിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് മാത്രമല്ല നല്ല പെട്ടെന്ന് തന്നെ വേര് വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കുഞ്ഞു ജാറുകൾ ഉണ്ടെങ്കിൽ ആരും ഇനി ഒഴിവാക്കി കളയേണ്ട കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നല്ല നല്ല ചെടികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള നല്ലൊരു ഇടിമുട്ടൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 മുട്ടയും അതിൻ്റെ ആ ഒരു മഞ്ഞക്കരു പൊട്ടാതെ നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് ആദ്യം ഒന്ന് മേക്കൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മഞ്ഞക്കരു പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കാനായിട്ട് നോക്കണേ. അപ്പോൾ അതാ ഞാൻ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അത് നല്ലോണം ഒന്ന് സെറ്റായി കിട്ടണം.
നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുടുന്നത് പോലെ തന്നെ ഇതേപോലെ മുട്ട ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലോട്ടേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മീനൊക്കെ മസാല തേക്കുന്നത് പോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മസാല തേച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിലോട്ടേക്ക്. എന്നിട്ട് നമ്മൾ ഈ ഒരു മസാല തേച്ച് വെച്ചിട്ടുള്ള ഈ ഒരു 3 മുട്ടയും ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരം നല്ല മഴയൊക്കെയുള്ള സമയത്ത് നല്ല ചൂട് കട്ടിനപ്പം ഇത് കഴിക്കാം, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ കട്ടിനും ഈ ഒരു ഇടിമുട്ടൻ്റെ ഈ ഒരു മുട്ടയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും പ്രായമുള്ളവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഇടിമുട്ടൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ അത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ഗ്ലാസ് ജാറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അച്ചാറിൻ്റെ ജാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ വാങ്ങിയിട്ടുള്ള ബോട്ടിൽ ഗ്ലാസ് ജാർ ഇപ്പോൾ കിട്ടാൻ ഒരുപാട് പ്രയാസമായിരിക്കും, ഇപ്പോൾ എല്ലാം പ്ലാസ്റ്റിക് ആയത് കാരണം. അപ്പോൾ ഞാനിത് അച്ചാർ വാങ്ങിയിട്ടുള്ള ഈ ഒരു ബോട്ടിൽ എത്ര കഴുകിയാലും നമുക്ക് ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് പോവില്ല. എങ്ങനെ നമ്മൾ സോപ്പ് ലിക്വിഡ് ഇട്ട് ഉപയോഗിച്ച് കഴുകിയാലും അച്ചാറിൻ്റെ സ്മെല്ല് അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ കത്തിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം ടൈറ്റാക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കഴുകിയെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഈ ഒരു അച്ചാറിൻ്റെ സ്മെല്ലും അതേപോലെ എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് നമ്മുടെ ജാറ് നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് എന്തും നമുക്കിതിലേക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.